പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഈ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. We'll begin by reading Exodus chapter 14 verse 13 and 14. രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. And Moses said to the people, "Do not be afraid. Stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians whom you see today, you shall see again no more forever. The Lord will fight for you, and you shall hold your peace." എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവജനമേ, My dear people of God, ഇന്ന് ഈ ആരാധനാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മിൽ പലരും വളരെ സ്മൈലിംഗ് ഫേസോടെ, വളരെ ചിരിച്ചും സന്തോഷത്തിലുമായിട്ടാണ് നാം ആയിരിക്കുന്നത്. we are here with great joy and a smile on our faces today. എന്നാൽ പലരും പുറമേ മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത യുദ്ധസമാനമായ അനുഭവങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പോകുന്നവരും ഇതിൻ്റെ മധ്യത്തിലുണ്ട്. But there are many here who are going through a situation of battlefield which others are not able to understand. മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത മനസ്സിനോട് അല്ലെങ്കിൽ മനസ്സിൽ യുദ്ധസമാനമായ അന്തരീക്ഷം, which others cannot understand, an environment in your mind which is like a battlefield. അല്ലെങ്കിൽ ഭവനാന്തരീക്ഷത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷം, Otherwise there is like a situation of battlefield in the house. അല്ലെങ്കിൽ ശാരീരികമായ വൈകല്യങ്ങളോടും രോഗാതുരമായ അവസ്ഥകളോടും പോരാടി ഭയപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, Or else there are some who are fighting against sickness and weaknesses in their body. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോഴും വിട്ടുമാറാത്തതായ ബലഹീനതകൾ അല്ലെങ്കിൽ അഡിക്ഷൻ, ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലല്ലോ എന്നോർത്ത് അതേ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യുന്നതായ അവസ്ഥ. Also a situation where when you come to the presence of God, still fighting against addictions and things which are not going away from your life. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാവിയെ നോക്കിക്കൊണ്ട് അസാധ്യതകളാകുന്ന കാർമേഘ പടലങ്ങളെ കണ്ടുകൊണ്ട് ഭയത്തോടെ നോക്കിക്കാണുന്ന അതിന് സമമായ യുദ്ധസമാനമായ അന്തരീക്ഷം. Or else you are seeing the uncertainties in the future and are afraid of what is going to happen. അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് മനസ്സ് തളർന്നവരായി മാനസികമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നഷ്ടപ്പെട്ട് ഡെസ്പായി വളരെ ഒരു ഡൈയിങ് സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥ. Or else you are in a desperate stage without any motivation, seeing the situations around your life. ഇതൊക്കെ ഒരു വ്യക്തി നേരിടുന്നതായ യുദ്ധങ്ങളാണ്. These are a few wars which a person goes through. യുദ്ധങ്ങൾ എന്ന് നാം പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. Whenever we hear wars, we hear about two nations in war. എന്നാൽ മനുഷ്യ മനസ്സിലും മനുഷ്യന്റെ ജീവിതത്തിലും അവൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ അസാധാരണമായ നിർവചിക്കുവാൻ കഴിയുന്നതിലധികമായ യുദ്ധങ്ങളുണ്ട്. But even in your heart and in your mind there are battles which others cannot see and which you cannot cope. ഈ യുദ്ധങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുവാൻ കഴിയുന്നത് ദൈവവചനത്തിനും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിനും മാത്രമാണ്. And only God, His word and His presence can alone address these sort of wars. ഇവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിലുമുള്ളതായ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം നമുക്ക് എടുത്തു കാണുവാൻ കഴിയുന്നത്. This is where we see the importance of worshiping God and being close to God. തങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നതായ അഭിമുഖീകരിക്കുന്നതായ യുദ്ധങ്ങളെ കണ്ടുകൊണ്ട് അതേ ദൈവത്തിങ്കലേക്ക് ഒരാൾ മുഖം തിരിക്കുമെങ്കിൽ അവന്റെ യുദ്ധത്തിന് അറുതി വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. The word teaches that when a person sees the war coming against him, but when he turns to the Lord, that's where the war ends for him. നോക്കണം, ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ അവൻ പോരാടുന്നതായ, അവൻ അഭിമുഖീകരിക്കുന്നതായ സകല വിഷയത്തിനും പരിഹാരമുണ്ട് എന്ന്. And the word of God teaches that all the matters and problems which a person faces, there is a resolution to that. അതിൽ ഏറ്റവും വലിയ മനുഷ്യൻ അഭിമുഖീകരിച്ച വിഷയമാണ് ദൈവത്തോട് റിബലിയസായി
ദൈവത്തോട് പാപം ചെയ്ത് ദൈവമാക്കിയിരിക്കുന്ന പ്രിവിലേജുകൾ നഷ്ടപ്പെടുത്തി വകതിരിവില്ലാതെ വീണ്ടും വിചാരമില്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളതായ ചിന്തയില്ലാതെ അതേ സ്തോത്രം ആ നിത്യമായ പാപത്തിന്റെ അന്ധകാര കൂപത്തിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെട്ടത്. And the greatest problem man faced was being rebellious to God, disobeying God, and going in the way of sin and dying in sin. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു മടങ്ങി വരവ്, ഒരു റിഡംഷൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറേഷൻ ഇംപോസിബിൾ ആയിട്ടുള്ളതാണ്. And in that situation a redemption or a restoration is impossible. കാരണം അത്രമാത്രം മഹത്തരമായ പ്ലാനുകളോടുകൂടെ പദ്ധതികളോടുകൂടെ പ്രിവിലേജസോടുകൂടെ അവരെ ദൈവം തോട്ടത്തിലാക്കിയിരുന്നു. Because with that much plan and privileges God kept him in the garden. എന്നാൽ കരുണാമയനായ ദൈവം കാലചക്രത്തിൽ അതേ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ ഓമനകുമാരനെ ലോകത്തിലേക്ക് അയച്ചു. But the merciful God, when times were fulfilled, sent his son to deliver ഇവിടെ നമുക്ക് mankind. ദൈവത്തിന്റെ പ്രത്യേകതയാണ് കാണുവാൻ കഴിയുന്നത്. This is where we see the speciality of God. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വളരെ കൃത്യമായ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ദൈവിക ഉദ്ദേശങ്ങളോട് കൂടിയാണ്. Because God created man with a very precise and clear purpose. എല്ലാ ക്രിയേഷനെ കുറിച്ചും ദൈവത്തിന് വെരി സ്പെസിഫിക് ആയിട്ടുള്ളതായ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ വളരെ വളരെ അതീവമായ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. God has a purpose for every creation, but for human being the purpose is very very special and valuable. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് മനുഷ്യനെ ദൈവമാക്കിയത്. That is why man was created little lower than God and clothed with glory and honor. അപ്പോൾ ഇന്ന് ഈ ആലയത്തിൽ നാം ആയിരിക്കുമ്പോഴും നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന്റെ അനിതര സാധാരണമായ പദ്ധതികൾ നമ്മെക്കുറിച്ചുണ്ട് എന്നുള്ളതായ വലിയ ബോധ്യത്തോടെ വേണം നാം ദൈവസന്നിധിയിലായിരിക്കുവാൻ. Therefore, when we are gathered before God, let us be with that thought that we are creation of God and He has a purpose for us. നമ്മുടെ ദൈവം നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണെന്ന് ആ ഒരു നരേഷനിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. And we should see that our God can return us or restore us. ആ ഒരു പ്രതീക്ഷയോടെ വേണം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ. And let us be with that expectation before God. പലപ്പോഴും മനുഷ്യൻ മാറ്റത്തിന് വിധേയമാകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടുന്നത്. Most of the times when man is ready for change, that's when God works. Always change brings progress in our life. Always change brings progress in our lives. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അതേ രണ്ട് വിധത്തിലുള്ളതായ ആക്ഷൻ റിയാക്ഷൻ അതിനുണ്ടാകുന്നു. ഒന്നുകിൽ അത് പ്രോഗ്രഷനിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകുവാനിടയാകും. A change in our life brings two things, that is an action or a reaction. One can be a progression or other one can be അപ്പോൾ destruction. നമ്മളിൽ ഉണ്ടാകുന്നതായ മാറ്റങ്ങൾ കൃത്യമായും ഒന്നുകിൽ നമ്മുടെ ഉയർച്ചയ്ക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ നാശത്തിനാണ്. Therefore, a change in our lives can bring a progression or a destruction. അപ്പോൾ പ്രോഗ്രസ്സിലേക്ക് നമ്മെ നയിക്കുന്ന മാറ്റങ്ങൾക്കായി നാം ആഗ്രഹിക്കണം. Therefore, let us desire for changes which lead us to ഒരു വ്യക്തിയെ, progression. ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ പ്രോഗ്രഷനിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ്. A person, a family can be led to progression only through the word of God. അവന്റെ സാന്നിധ്യത്തിന് മാത്രമേ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. Only the presence of God can bring a person to progression. ഇന്ന് പകൽക്കാലം ദൈവമേ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള ഹൃദയംഗമമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഉയരണം. And let a prayer come from our deep hearts that such a change is what I need, Lord. ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോഗ്രസീവ് ലൈഫിന്റെ ഉദാഹരണം. The most classic example for a progressive life is the purpose of God being fulfilled in our lives. മനുഷ്യർ സാധാരണയായി കാണുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ഉയർച്ചകൾ അല്ലെങ്കിൽ അതിലൂടെയുള്ളതായ അതേ നന്മകൾ മനുഷ്യൻ സ്വയം ബോസ്റ്റ് ചെയ്യുന്നതായ പ്രോഗ്രസ് അല്ല റിയൽ പ്രോഗ്രസ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. The real progress is not what man achieves and boasts about self. ഒരു മനുഷ്യന്റെ റിയൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തോട് താതാത്മ്യപ്പെട്ട് വളരുന്നതാണ്.
The real progress of man is living according to the word and growing in God. അതുകൊണ്ടാണ് പൗത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് അതേ ദൈവ പൈതൽ വളരണമെന്ന്. Therefore Apostle Peter says that a child of God should grow with the pure milk, which is the word of അപ്പോൾ God. ദൈവത്തോട് ചേർന്നുള്ളതായ, ദൈവത്തിന്റെ വചനത്തോട് ചേർന്നുള്ളതായ ജീവിതത്തിന് കൃത്യമായ വളർച്ചയുണ്ട് എന്നുള്ളത് നാം അറിയേണ്ടതാണ്. Therefore we should know that a person who is with God or lives with God has a growth. അപ്പോൾ വളർച്ചയ്ക്ക് എല്ലായ്പ്പോഴും കൃത്യമായ ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്റിംഗ് ഉണ്ട് എന്നുള്ളത് നാം അറിയേണ്ടതാണ്. And we should also know that for growing there is a specific diet for it. ഓരോ സ്റ്റേജസിലും വളരുവാനായിട്ടുള്ള കൃത്യമായ അതേ ഡയറ്റ്, അതേ സ്തോത്രം, ഹെവൻലി ന്യൂട്രീഷനായ ദൈവത്തിന്റെ കയ്യിലുണ്ട് നമ്മളെ കുറിച്ച്. And for every stage of growth there is a diet which is the heavenly nutrition from God for us. ഏത് പ്രശ്നങ്ങളും ഇന്ന് മെഡിക്കൽ സയൻസിൽ വരുമ്പോൾ അതേ ഡയറ്റിനു വേണ്ടി ഡയറ്റീഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. And for any problem when we come before medical sciences they have dietitians. വളരെ കൃത്യമായ അളവുകൾ നിശ്ചയിച്ച് കൃത്യമായ രീതിയിലുള്ളതായ അതേ സ്തോത്രം ഫുഡ് അവർ നിർദ്ദേശിക്കാറുണ്ട്. And they advise us about food in specific measures to be taken. അവരതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നിർദ്ദേശമുണ്ട്, അതിൽ അത് മാത്രമല്ല അതിന്റെ ക്വാണ്ടിറ്റിക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. And there is advice not only for the quantity but also for the quality. അതുകൊണ്ടാണ് പത്രോസ് ഒരു ഭാഗത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിയായിട്ടുള്ളതായ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളതായ ഫുഡ് നിങ്ങൾക്ക് എടുക്കാനുള്ള കഴിവില്ല, സ്റ്റാമിന ഇല്ല എന്ന് പറയുവാൻ കാരണം. That is why Peter says that you are not ready to take strong foods. പ്രിയമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം പ്രോഗ്രഷനിലേക്ക് നയിക്കപ്പെടുവാൻ, ഭൗതിക ജീവിതം തന്നെ ഐശ്വര്യപൂർണമായി തീരുവാൻ നമുക്ക് വേണ്ടത് ദൈവവചനത്തോട് ചേർന്നുള്ള ജീവിതം, ദൈവവചനം നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾക്കായി ജീവിതത്തെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. Therefore, my dear ones, if we want to lead a life of progression in our day-to-day lives, we need to surrender our lives for a change in God. നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് വിധേയരല്ലെങ്കിൽ don't expect much progression in our life. If we are not ready for a change, then let us not expect progression in our നമ്മൾ lives. ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. And let us remember that when we meditate the word, it is the Holy Spirit who is leading us now. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ വെളിച്ചത്തിനായി കാത്തിരിക്കുകയാണ്. That is why in Isaiah the word says, wait for the light. നിങ്ങൾ വലിയ എക്സ്പെക്ടേഷനോടുകൂടി വലിയ വിശാലതകളെ നോക്കി കാണുകയാണ്. You might be seeing great expectations and great enlargements. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നടക്കാൻ മനസ്സില്ല. But you are not ready to go according to the will of God. ആ ഭാഗത്ത് വരെ നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ തട്ടി നിങ്ങൾ വീഴാതിരിക്കേണ്ടതിന് ദൈവത്തെ വാസ്തവമായും അന്വേഷിക്കുക എന്നുള്ളതാണ്. That is why he says, seek God so that your feet does not trample against the dark rocks. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതി വെക്കണം. Let these verses be written in our hearts. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ജീവിതത്തെ നോക്കിക്കണ്ട് മുൻപോട്ട് പോകുന്നതെങ്കിൽ, If we go forward with great expectation in our നമ്മൾ lives, വലിയ മാറ്റത്തിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കണം. then we should be ready to surrender for great change. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഏത് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നത്, അവയെ ജീവിതത്തിൽ നിന്നും പിഴുതെറിയുവാൻ നാം തയ്യാറാകണം. We should be ready to get rid of things which influence our lives, which are not according to the will of God. അവിടെ ദൈവത്തിന്റെ പ്രത്യേക പ്രവൃത്തി ഉണ്ടാകും. And there will be special works of the Lord ഇല്ലെങ്കിൽ there. നമുക്ക് പുറമേ ഇങ്ങനെ അഭിനയിച്ച് നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. Otherwise we can outwardly act and go ഈ forward. കാര്യം എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. This is something which is including me നമ്മുടെ as well. ജീവിതത്തിൽ അസാധാരണമായ ദൗത്യങ്ങളും നിയോഗങ്ങളുമുണ്ട്. We have extraordinary purposes and ordinations in our lives. അവയിലേക്ക് നാം നടന്ന് നീങ്ങണമെന്ന് തന്നെയാണ് ദൈവത്തിന് നമ്മോടുള്ള താല്പര്യം. And God also desires that we must walk towards അതിൽ നിന്ന് that. സ്കിപ്പായി നാം ഒരാൾ പോലും ഒഴിവായി പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And God desires that we should not skip one of them. അതിനായി നമ്മെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ ദിശയിൽ തന്നെ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. Therefore in the beginning itself let us surrender and be കർത്താവേ, forward. നിന്റെ ഹിതത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ജീവിതത്തിന് എന്നെ സഹായിക്കണമേ എന്ന് എല്ലാ അധരങ്ങളും പ്രാർത്ഥിക്കട്ടെ. Let every tongue pray that let me focus on your will and ഇത് go പകൽക്കാലം forward. ഈ ശുശ്രൂഷയിൽ ഒരു റെസ്പോൺസ് നമ്മളിൽ നിന്നുണ്ടാകട്ടെ. Today let there be a response from ourselves for this നിന്റെ service. ഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതായ പ്രാർത്ഥന. Let there be a prayer that I surrender for your will. അതേ പഴയ നിയമത്തിൽ ആ സമർപ്പണത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. There are some passages in the Old Testament regarding that surrender. അതേ യാഗപീഠത്തിന്റെ മുൻപില് അതേ സ്തോത്രം അതിനോട് ചേർന്ന് ടൈ ചെയ്യുന്നതായ
അതേ യാഗ പശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. We can see the sacrificial animal which is tied against that altar. അവിടെ അതിനെ കൂടുതലായി അതിനെ ടൈറ്റായി അതിനെ കെട്ടിയിരിക്കുകയാണ്. It has been tightly bound there. കാരണം അതിന് മാറിപ്പോകാൻ കാരണം വരാൻ പോകുന്ന ആ സാക്രിഫൈസിന്റെ പ്രോസസ്സ് വളരെ വേദനാജനകമാണ്. പലതും എല്ലാം ഉപേക്ഷിക്കുന്ന അനുഭവമാണ് ആ പ്രോസസ്സിൽ നിന്ന്. എന്നാൽ അതിൽ നൊഴിഞ്ഞു മാറാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. Because that sacrificial process is very painful. That's why that animal has been tightly bound there. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, യാഗപീഠത്തിൽ നാഥ ഞാൻ സമസ്തം നിൻ സ്വന്തം, നിന്റേതായി കാക്കുക എന്നും നിന്റെ വക ആകുവാൻ. The singer sings that I surrender as a sacrifice before your altar, let me be yours forever. ആ പാട്ടിങ്ങനെയാണ്, യാഗപീഠത്തിൽ നാഥ ഞാൻ സമസ്തം നിൻ സ്വന്തം, നിന്റേതായി കാക്കുക എന്നും നിൻ വകയാവാൻ കാത്തുകാത്തിരിക്കുന്നേ തീരങ്ങാൻ നോക്കുന്നു. യാഗപീഠത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ആ തീക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന ഒരു അനുഭവം. പരിശുദ്ധാത്മാവ് ആ ഒരു അനുഭവത്തിൽ ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. It has been prepared before the altar, waiting for that fire. Let us be with that experience before God today. നിങ്ങൾക്ക് അത് പിക്ചറിസ്റ്റിക്കായി നിങ്ങളുടെ മുൻപിൽ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. Are you able to picture that in your mind? ഈ ശുശ്രൂഷയുടെ ഡയറക്ഷൻ പരിശുദ്ധാത്മാവ് മാറ്റി ആ ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്കത് കാണാൻ കഴിയുന്നു. സമർപ്പിക്കപ്പെട്ട ഒരുക്കപ്പെട്ട യാഗവേദിയിൽ സമർപ്പിക്കപ്പെട്ട യാഗവസ്തു ഇറങ്ങാനായി കാത്തിരിക്കുകയാണ്. The Holy Spirit is taking this into that direction where the animal has been prepared and surrendered for that fire to come ആ down. ഒരു അനുഭവത്തിൽ നമുക്കാകാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. Can we be of the same experience before God now? ആ ഒരു അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ തീ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വിടുതലാണ്. If we are with that experience, the fire will come down as a അത് deliverance for ശത്രുവിന്റെ us. മുൻപിലുള്ള വിടുതലാണ്. It is a deliverance from the enemy for us. നാളുകളായുള്ള നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി അത് മാറും. It is a long awaited answer to your ഏലിയാവ് prayers. അങ്ങനെ ഒരു യാഗപീഠം പണിഞ്ഞു. You have Elijah prepared that altar. യാഗത്തിനായി കർമ്മേലിൽ ഒരുങ്ങി തീ ഇറങ്ങാൻ നോക്കി. He prepared it on the Carmel altar and ആ waited തീ for ഇറങ്ങി fire. വന്നപ്പോൾ ഹല്ലേലൂയ ദേശത്തെ രാജ്യത്തെ ഗ്രസിച്ച ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടി ബാലിന്റെ ശക്തികളെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. When that fire came down, it wiped out the forces of Baal, a long awaited answer to the തന്റെ prayers. ജീവിതത്തിന് വില എഴുതിയവർ, തന്നെ നിന്ദിച്ചവർ, തന്നെ തള്ളിക്കളഞ്ഞവർ, അവരുടെ ജീവിതത്തിലുള്ള മറുപടിയായി അത് മാറി. It was an answer against those who tried to hurt him and harm him. യാഗപീഠത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു യാഗപശുവിനെ പോലെ തീക്കായി കാത്തിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇന്ന് പകൽ വളരെ സ്പെസിഫിക് ആയ ചില വിടുതലുകൾ അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. If you are prepared like that sacrificial animal, the fire will come down for you as a deliverance. The Holy Spirit is നമുക്കറിയാം reminding. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം കൊണ്ടുപോകുന്നതായ വഴികൾ. We know about the ways God led his people Israel. അവര് വലിയ വിടുതലുകൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഡെലിവറൻസ് കണ്ടവരായിരുന്നു. They saw supernatural deliverances in their lives. അവര് അതേ 10 വിധത്തിലുള്ളതായ ബാധകള് ദൈവം അയച്ചപ്പോൾ അതൊന്നും മനുഷ്യ ശക്തികൾക്ക് കഴിയുന്നതായിരുന്നില്ല. They saw the 10 plagues which the Lord sent was not possible with human powers. അതേ പെസഹായും ചോരത്തളിയും ആചരിക്കുന്നതായ ആ മിസ്റ്റിക്കൽ ആയിട്ടുള്ള വർക്ക് ഒരു മനുഷ്യന്റെ ഐഡിയയിൽ ഉണ്ടാകാൻ കഴിയുന്നതല്ല. They kept the Passover, which was a mystical work of God, cannot be the idea of man at all. അതിലൂടെ സംഹാരകൻ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് മാനുഷികമായ പ്ലാനിലോ പദ്ധതിയിലോ നിരൂപിക്കുവാൻ കഴിയുന്നതല്ല. And through that they escaped the destroyer, which was not a plan of human being അവർ at all. ദൈവത്തെ ജസ്റ്റ് അനുസരിച്ചതിലൂടെയാണ് ആ വിടുതൽ അവിടെ നടക്കുന്നത്. They saw that deliverance just because they obeyed God. നിങ്ങൾ ചിന്തിക്കുക, കടിഞ്ഞൂലുകളെ അതേ സ്തോത്രം അതേ വെട്ടി അതിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുക എന്ന് പറയുമ്പോൾ അതേ സെക്കുലർ ഫീൽഡിലുള്ളവർ അതേ ലോജിക് അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും അതിലൂടെ എങ്ങനെ ഒരു വിടുതൽ നടക്കുമെന്ന് അവർ ചോദിക്കും. We know that when they put the blood
blood of the lamb on the doorpost, the secular people will think, how can this be a പ്രിയമുള്ളവരെ, ഇന്ന് rescue? ലോജിക് അന്വേഷിക്കുന്നവരെയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ മനസ്സുള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത്. അവരുടെ നടുവിൽ ദൈവം വീര്യം പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Therefore today God is not wanting people who have logic, but he wants people who want to obey him fully. അത് ഒരുപക്ഷെ കാര്യങ്ങൾക്ക് ഒരു ലോജിക്കും കാണത്തില്ല. But our God is a supernatural God. And sometimes the things may not make any sense or logic, but our God is a അവൻ supernatural God. അസാധ്യമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is a God who does impossible things in our lives. ഇസ്രായേൽ ജനം ഒരുപാട് റിബലിയസ് ആയിട്ടുള്ള ആക്ഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വാക്ക് അവർ കൃത്യമായി അനുസരിച്ചു. Israel had many rebellious actions in their life, but they obeyed this fully. അതുകൊണ്ട് ഒരാൾ പോലും ഒഴിവാക്കപ്പെടാതെ അവിടുന്ന് പുറപ്പെടാനുള്ള വഴി അവർക്കുണ്ടായി. Therefore none of them was killed and they could escape. നോക്കണം, ആ സമയത്താണ് ഇതെല്ലാം ഒഴിഞ്ഞ് വലിയ ഹാപ്പിയായി സന്തോഷത്തോടുള്ള പുറപ്പാടിലാണ് ചെങ്കടൽ മുൻപിൽ നിൽക്കുന്നത്. And this is when they are happily going forward and they see the Red Sea before them. നോക്കണം, അതിന്റെ മുൻപിൽ അവർ പകച്ചു നിൽക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായത്. And we read the passage where they are afraid and standing before the Red Sea. അത് ദൈവം അവരുടെ നടുവിൽ പ്രവർത്തിച്ച വിധങ്ങളെ മാത്രം ധ്യാനിക്കുവാനാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. The Holy Spirit desires that we must be in this service remembering the works of God. നോക്കണം, ഇതുവരെ അവർ അഭിമുഖീകരിച്ച രീതിയിലുള്ളതായ ഒരു വെല്ലുവിളി ആയിരുന്നില്ല അത്. This was not a challenge which they have faced before. അവരെങ്ങനെയെങ്കിലും എസ്കേപ്പായി രക്ഷപ്പെട്ടു വന്നതാണ്. എന്നാൽ അതുപോലെ ഉള്ളതല്ല, അവർ അഭിമുഖീകരിച്ചതുപോലെയുള്ളതല്ല. ഇന്ന് വരെയും കാണാത്ത തരത്തിലുള്ളൊരു ബാറ്റിലാണ് അവരുടെ മുൻപിലുള്ളത്. They might have escaped in some manner previously, but this is a very different challenge before them. പ്രിയമുള്ളവരെ, വഴി അടയ്ക്കപ്പെടുമ്പോൾ വേദപുസ്തകം അതിനെ യുദ്ധമായിട്ടാണ് പരാമർശിക്കുന്നത്. My dear ones, when the roads are closed before you, the Bible says it's ഇന്ന് a പകൽക്കാലം battle. ദൈവ പൈതലേ, നീ അത് ഗ്രഹിക്കണം. നിന്റെ മുൻപിൽ വഴി അടഞ്ഞു നിൽക്കെങ്കിൽ ഓർക്കണം, ഒരു യുദ്ധമാണ്. നീ ഒരു യുദ്ധത്തിലാണ്. Today we must understand that if the way is blocked, it is a battle for you. നിന്റെ മുൻപിൽ കാര്യങ്ങൾ ചിന്തിച്ചതുപോലെ നീങ്ങുന്നില്ല എന്ന് ദൈവ പൈതലേ നിനക്ക് തോന്നുന്നെങ്കിൽ ഓർക്കണം, ഇതൊരു പ്ലേ ഗ്രൗണ്ടായി അതിനെ നീ കാണരുത്. നീ ആ സാഹചര്യത്തെ ലൈറ്റായി എടുക്കരുത്. മറിച്ച് നിന്റെ മുൻപിൽ ഒരു യുദ്ധം, അതേ യുദ്ധത്തിന്റെ സ്മെല്ല് പടർന്നിരിക്കുകയാണ്. When you think the things are not going as you desire, do not take it as a playground, but see it as a battle, and it has started before ആ you. യുദ്ധത്തെ സെൻസ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. Let us be able to sense that war before us. ഹല്ലേലൂയ. വേദപുസ്തകം അതിനെ ഒരു യുദ്ധമായിട്ടാണ് കാണുന്നത്. The Bible sees it as a war. ഹല്ലേലൂയ. അവർ പതറി നിൽക്കുന്ന സന്ദർഭം നമുക്കറിയാം. It was a time when they were standing afraid. എന്നാൽ ദൈവം അവരോട് പറയുകയാണ്, I will fight for you. That is where the Lord tells them, I will fight for you. നോക്കണം, വളരെ ശക്തമായൊരു ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അറിയാവുന്നൊരു ഭാഗം വിവരിക്കാനോ പ്രസംഗിക്കാനോ അല്ല. വളരെ ഹാർഡായിട്ടുള്ളതായ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നിന്ന് പ്രസംഗിക്കാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ളതായ സന്ദേശമായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. പക്ഷെങ്കിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതേ ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദിനത്തിന് ചില വിടുതലുകളെ അയക്കാൻ നീ എൻ്റെ വചനവുമായി ഞാൻ പറയുന്നതുമായി നിൽക്കണം എന്നുള്ള ആ ഒറ്റ കമാൻഡ് അനുസരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ദിസ് വേർഡ്സ് ആൻഡ് ഷെയറിങ് വെരി സീരിയസ്ലി. I wanted to speak about the fightings, but the Holy Spirit moved me towards the place where He said that people are waiting for an answer, and it has come as a deliverance which you can take it seriously. അതുകൊണ്ട് തന്നെ ദൈവം ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുകയാണ്. That is why God is going to do some great works in our lives. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട. God is telling them, do not be afraid. നിങ്ങൾക്ക് വരാൻ പോകുന്നതായ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുക. You will see the salvation which is going to come for you. ഒരിക്കലും ഈ മിസ്രയീമിനെ ഇനി കാണാൻ ഇടവരാത്ത രീതിയിലുള്ളതായ അതേ ഒരു രക്ഷ, അതിലുള്ളൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ദൈവം അവിടെ കൊടുക്കുകയാണ്. It is a salvation which is like a permanent solution that you will no more see Egyptians anymore. ചില അൺയൂഷ്വൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ മുൻപിൽ മുറുകി വരുമ്പോൾ ഓർത്തുകൊള്ളണം, അത് ആത്യന്തികമായ ചില വിടുതലുകൾക്ക് വേണ്ടിയാണ്. When we see some unusual battles coming in front of us, it is for some special deliverances. അവിടെ നമുക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ബ്ലൈൻഡായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പ്രത്യേക പ്രവൃത്തികളെ കാണുവാൻ നമുക്കിടയായി തീരും. At that point, if we surrender blindly before God, we would be able to see special works from the നോക്കണം, Lord.
ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. And we can see the work of God revealed there. അവിടെ അതിന് വേണ്ടുന്നതായ സൊല്യൂഷൻ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. And God has prepared a solution they want there. നമുക്കറിയാം അവിടെ നിന്ന് ജനം മുഴുവനും എല്ലാവരും ഒരുപോലെ അനോയിന്റഡോ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ വേർഡിൽ ഫുള്ളായിട്ടുള്ളതായ ജ്ഞാനമുള്ളവരോ ഒന്നും ആയിരുന്നില്ല വലിയ ക്രൗഡ്. We know that the big crowd is not all were not anointed or grounded in the word of God. പക്ഷേ അവരെ ലീഡ് ചെയ്യുവാൻ, അവരെ ഗൈഡ് ചെയ്യുവാൻ, അവരെ നടത്തിക്കൊണ്ട് പോകുവാൻ ഒരു അനോയിന്റഡ് പേഴ്സണെ ദൈവം അവിടെ ആക്കിയിരിക്കുകയാണ്. But we know God ordained an anointed person to lead them. ദൈവം അവിടെ സംസാരിച്ചവരെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും എല്ലാ വിധത്തിലുള്ളതായ റെമഡിയൽ സ്റ്റെപ്സും ദൈവം അവിടെ ഒരുക്കിയിരിക്കുകയാണ്. And God has prepared a potential and all remedial steps to take them forward. അവർ ജസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് ലഭിക്കുന്ന ദൈവാലോചനയെ അനുസരിക്കുക എന്നുള്ളതാണ്. All they had to do was to obey the counsel which God is giving them. ദൈവികമായ കവനന്റിനെ അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. And they should receive the covenant of God. അവിടെ ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ അനുസരണത്തിലൂടെയാണ്. And we can see the progression there only due to their obedience. അവർക്ക് ദൈവം നൽകിയതായ ആലോചനകൾ മോശെ അത് പങ്കുവച്ചപ്പോൾ അത് കേട്ട് അവർ ചെങ്കടൽ കടന്ന് അക്കരെ കയറി. The counsels which God gave Moses when he shared with the people, they obeyed and crossed the Red Sea. നോക്കണം, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രിയമുള്ളവരെ അസാധാരണമായ പ്രവൃത്തികളാണ്. Therefore we can see the extraordinary works which are always extraordinary for ഇന്ന് the people. പകൽക്കാലം അസാധാരണമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ചില പ്രവൃത്തികൾ നടന്നേ മതിയാകൂ. And today there has to be some work from the Lord in an extraordinary manner. എത്ര പേര് ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ മതി, അതിൻ്റെ ടൈം അറ്റ്മോസ്റ്റ് കഴിഞ്ഞു. ദിസ് ഈസ് ദ ടൈം യു ക്യാൻ ഡിക്ലെയർ, യു ക്യാൻ അനൗൺസ്, ദിസ് ഈസ് മൈ ടൈം. എത്ര പേർക്ക് അതിരം തുറന്നത് പറയാൻ കഴിയും? How many of us can say this is my time for the work of the Lord? നിശ്ചയമായിട്ടും ദൈവം ആ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. And assuredly God is going to do his great things. നമുക്കറിയാം യോർദാൻ, ഇവിടെ ചെങ്കടലിനെ വലിയ അതിൻ്റെ പ്രവൃത്തികളുടെ തലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതായ നിലയിൽ പറയുകയാണ്. ആ ചിറ പോലെ അതിനെ കെട്ടി നിർത്തുകയാണ്. We can see the Holy Spirit as the way it is revealing that he picked up the Red Sea and put it as two walls. വലിയ പ്രവൃത്തിയായിരുന്നു അത്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവശ്യബോധം ഇല്ലാത്തവർക്ക് ഇപ്പോഴും സീരിയസ്നെസ് കാണത്തില്ല. പക്ഷെ ഇന്നൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന നീർന്ന ഹൃദയങ്ങളുണ്ട്. അവരുടെ ഹൃദയം ഇതിനെ ശരിക്കും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. It was a great thing all who are with seriousness can receive it and be blessed. ആ പ്രവൃത്തി ഇന്ന് ചെയ്യും. God will do that work today. നമുക്ക് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും. When we read from the book of Joshua, we can see one thing. സാധാരണ നടക്കാത്ത, നാച്ചുറലായിട്ട് നടക്കാത്ത കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. And things which cannot happen naturally have happened there. മൂന്നാം അധ്യായത്തിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ യോർദാന്റെ കരയിൽ അവർ നിൽക്കുകയാണ്. In the 3rd chapter, we can see Jordan is in front of them and they are standing. യോർദാന് കടന്നേ മതിയാകും ജനത്തിന്. And they have to cross Jordan. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണല്ലോ, ശ്രദ്ധിക്കണമേ. ഒരു പ്രാർത്ഥനയ്ക്കായിട്ടാണ് നാം ഒരുങ്ങുന്നത്. We are getting ready for a prayer. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ദൈവസഭയെ നയിച്ചപ്പോഴൊക്കെ വിടുതലുകൾ നടന്നിട്ടുണ്ട്. And previous times, whenever the church went through, there were deliverances. അങ്ങനെയാണ് ദൈവജനം ആ സന്തോഷത്തിൽ നമ്മുടെ സഭ നിൽക്കാൻ ഇടയാകുന്നത് ദൈവപ്രവർത്തികളിലൂടെയാണ്. That is why the church stands in joy and peace because of the works of God. ആ സമയത്ത് വളരെ വലിയ യോർദാൻ കടക്കുകയും വേണം. പക്ഷെങ്കിൽ സാധാരണ സമയമല്ല, അതൊരു ഫ്ലഡ് സീസണായിരുന്നു. During that time, they need to cross Jordan, but it is not a normal season. It is a flooding യോർദാൻ time. കരകവിഞ്ഞൊഴുകുന്ന സമയം. It is a time where Jordan is flowing over the banks. ആ കാലഘട്ടത്തിൽ യോർദാന്റെ ഒഴുക്കെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു. During that time, the flow of Jordan was very popular. അതിശക്തമായ ഒഴുക്കായിരുന്നു യോർദാൻ. It was having a strong flow that time. ആ ഫ്ലഡ് ഉള്ള കാലത്ത് കൊയ്ത്തിനെ നശിപ്പിക്കുന്നതായ ഒരു സമയം കൂടിയായി അത് മാറുമായിരുന്നു. It was a time where that flood could destroy the crops and harvest. കാരണം ഹാർവസ്റ്റിന് പാകമായി നിൽക്കുന്നതിനെ ഈ ഫ്ലഡ് വരുമ്പോൾ എല്ലാം അടിച്ച് അത് വെള്ളം കൊണ്ട് മൂടി കൊയ്ത്ത് ടോട്ടലി നശിപ്പിക്കുന്ന അനുഭവം. When the field was ready for harvest, this flood will come and destroy everything. പക്ഷേ ഇവിടെ ദൈവജനത്തിന് യോർദാൻ കടന്നേ മതിയാകത്തുള്ളൂ. But here the people of God have to cross Jordan. പക്ഷെ അവിടെ നടന്ന വലിയൊരു പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നു. We can see the great work which happened there. സാധാരണയായി നദികൾ ഒഴുകുന്നത് അതേ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. Naturally the rivers will flow downward direction. അല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? We cannot imagine otherwise. നദികൾ ഒഴുകുന്നത് ഒരു
ഒരു താഴോട്ടുള്ളതായ താഴ്ന്ന പ്രദേശത്തേക്കാണ്. Rivers will always flow towards a place which is downwards. എന്നാൽ യോർദാൻ നദിയെ തിരിച്ചൊഴുക്കി. But Jordan River was flowing backwards. നിങ്ങൾ അറിയാത്തൊരു കാര്യം പറയുവാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm not going to speak anything which you do not know. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ വൈകിട്ടത്തെ പ്രിപ്പറേറ്ററി മീറ്റിംഗിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു വാക്ക് നാവിൽ തന്നു. വന്നവർ ശ്രദ്ധിച്ചു കാണും. The Holy Spirit gave me a word in yesterday's preparatory meeting. God is going to reverse back something which we already decided it is lost one. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതും ഇനി ഇല്ലെന്ന് പറഞ്ഞതും അതിൻ്റെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞതും റബൽ ഷഖാന ഹസിയാന Jesus, hallelujah. അവനെ മടക്കി ഒരിക്കലും നീ ചിന്തിക്കാത്ത ഒരിക്കലും നദി ഹലലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകിയിട്ടില്ലെങ്കിൽ അതിനെ ഒഴുക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്നിനകത്തുണ്ട്. God is going to reverse back ദൈവജനം things for ആത്മാവിൽ us. പ്രാർത്ഥിക്കുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് ഈ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമല്ല. ആത്മാവിൽ ആലോചനകൾ എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നദിയെ തിരിച്ചൊഴുക്കാനും കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. Amen. Our God can make the rivers flow backwards in the opposite direction. നടക്കാത്ത കാര്യങ്ങളെ നടത്തി തരുവാൻ ദൈവത്തിന് കഴിയും. And God can make things happen which cannot happen before us. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇടപെടുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒഴുക്കിനെ തടയാൻ കഴിയും. അതേ ഒഴുക്കിനെ തിരിച്ചൊഴുക്കാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God, when He comes down in our situation, He can stop the flow and make it go backwards for us. ഹല്ലേലൂയ. അതുപോലെ വേദപുസ്തകത്തിൽ ഒഴുക്കിനെ തടഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. And there are many places where the Lord turned the flow, മഴയെ തടഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. where the Lord stopped the rains. ഈ ദൂതുകളൊക്കെ സംഗ്രഹിച്ചു വേണം ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുവാൻ. Let us receive these messages and pray as we proceed forward in this ഹല്ലേലൂയ. service. കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the blessed name of our God be praised. നോക്കണം, ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അടുത്ത പ്രധാന കാര്യം, നിങ്ങൾ ഭയപ്പെടണ്ടെന്നാ പറയുന്നത്. Here the main thing നിങ്ങൾ ശ്രദ്ധിക്കണം. God is telling us, do not be afraid. കർത്താവ് പറയുന്നത് യുദ്ധം ഫുൾ സ്വിംഗിൽ യുദ്ധത്തിനുള്ള ഗ്രൗണ്ട് സെറ്റായിരിക്കുകയാണ്. We can see that the ground is ready for that full war. ആത്മാവിൽ നിങ്ങൾ ആ വിഷയങ്ങളെ കാണുക. പുറകിൽ അന്നത്തെ സൂപ്പർ പവറായ ഫറോ ആർമി അതിൻ്റെ ഫുൾ സ്വിംഗിൽ ഫുൾ ഫ്ലഡ്ജഡ് ഡിപ്ലോയ്മെൻറ്റ് നടന്നിരിക്കുകയാണ്. ഇവരെ തിരിച്ചു പിടിക്കുക. We can see this in the spiritual eyes. The great power Pharaoh is coming to captivate these people. അപ്പം നിങ്ങളുടെ മുൻപിൽ ഉള്ള നിങ്ങളെ നേരിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ശത്രുമണ്ഡലങ്ങളെ ആ രീതിയിൽ നിങ്ങളൊന്ന് കാണുക. We can see that the problems we are facing and enemies we are facing in that manner. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ടാസ്ക് ഉണ്ട്. ഒരു ടാസ്ക് ഇല്ലാതെ ഒരു മിലിറ്ററി ഗ്രൂപ്പോ ബറ്റാലിയനോ അഡ്വാൻസ് ചെയ്യത്തില്ല. ആ ടാസ്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തുക എന്നുള്ളതാണ്. It means they have a task, and every military group has a task. They are coming to take back the people of Israel. അതുകൊണ്ടാണ് മിസ്രയീമിനെ എപ്പോഴും പിശാചുമായിട്ട് കമ്പാരിസൺ നടത്തി ടീച്ചിങ് ഉള്ളത്. That is why it is taught by Egypt is always compared to the എന്നുവെച്ചാൽ devil. പുറകോട്ട് വലിക്കുവാനായിട്ട് വെമ്പുന്നതായ അതെങ്കിൽ ഡിസൈഡഡ് ആയിട്ട് പിന്നാലെ കൂടുന്നതായ പൈശാചിക പോരുകൾ. They are forces, evil forces decided to pull us back. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ ദർശിക്കുക. ഇവിടെ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. ഡു നോട്ട് അഫ്രൈഡ്. Let us sense it in the spirit, and the Lord is telling them, do not be afraid. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട. Today the Lord is telling to His people, do not be afraid. പെസഹയും ചോരത്തളിയും ആചരിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം വചനത്തിനായി സമർപ്പിച്ച് യാഗപീഠത്തിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ഒരു യാഗപശുവിനെ പോലെ സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നു, നീ ഭയപ്പെടണ്ട. You have honored the Passover and the blood and surrendered as the sacrificial animal before God. God is telling you, do not be കാരണം afraid. ഈ ഭയം നമ്മുടെ ജീവിതത്തെ മൊത്തം പാരലൈസ് ചെയ്ത് കളയുന്നതാണ്. Because this fear can completely paralyze our life. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം വന്നു ഭവിക്കുന്നതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ളതാണ് നമ്മെ വേട്ടയാടുന്ന ഭയം. Even for the great blessings, it is bigger than that. This fear which can അത് paralyze us. ക്രെഡിബിളായി നാം എന്തൊക്കെ ചെയ്യണമോ അതിന്റെ പൊട്ടൻഷ്യൽ ഇല്ലാതാക്കുന്നതാണ് ഭയം.
അതുകൊണ്ട് കർത്താവ് പറയുന്നു നീ ഭയപ്പെടരുത്. This fear can paralyze us and take away all the potential in our lives. അത് മാത്രമല്ല ഈ ഭയം യാഥാർത്ഥ്യങ്ങളെ എപ്പോഴും മറച്ചു വയ്ക്കും നമ്മിൽ നിന്ന്. And this fear will always hide the practicalities of life from us. നോക്കണം, നമ്മെ ഭയം വേട്ടയാടുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നാം കാണുന്നതും ചിന്തിക്കുന്നതും യാഥാർത്ഥ്യങ്ങളെ അല്ല, പിന്നെയോ വളരെ റോങ് ആയിട്ടുള്ളതായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ളതുമാണ്. If fear is tormenting us, we should remember we are not thinking about the realities but very negative thoughts in our അത് mind. മാത്രമല്ല ഭയം നമ്മിൽ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ മുൻപിലുള്ളതായ ശത്രുവിനെ നമുക്ക് വലുതായി കാണും. And not just that, when the fear increases, the enemy before us becomes strong in front of us. ഭയം വേട്ടയാടുന്ന വ്യക്തിയെ അതേ ഭയത്തിന്റെ ലെൻസായി അതിനെ ചിത്രീകരിച്ച് പറയുകയാണ്. For people who are tormented by fear, they always see it with the lens of fear. ഇത് ഭയത്തിന്റെ ലെൻസാണ് ഞാൻ വെക്കുന്നതെങ്കിൽ, If I'm putting it as a lens of fear on my eyes, ഈ ഗ്ലാസ്സിലൂടെ കാണുന്നതെല്ലാം എന്താണ്? നമ്മെ നശിപ്പിക്കുന്നതും പാരലൈസ് ആക്കുന്നതും യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുന്നതും, അത് മാത്രമല്ല നമ്മുടെ മുൻപിൽ നമ്മോട് പോരാടുന്ന ശത്രുവിനെ വലുതായി ചിത്രീകരിക്കുന്നതുമാണ്. it will always show things which are ready to destroy us and hiding the realities and the enemy which is coming to destroy us. നോക്കണം, ദൈവം കൃത്യമായിട്ട് പറയുകയാണ് നീ ഭയപ്പെടരുത്. And the Lord is clearly telling them to not be afraid. ദൈവജനത്തോടാണ് പറയുന്നത് നീ ഭയപ്പെടേണ്ടെന്ന്. God is telling his people to not be afraid. ഹല്ലേലൂയ. എത്ര പേര് ആ ആലോചന ഏറ്റെടുക്കുന്നു? How many of us can accept that counsel? നോക്കണം, ഇവിടെ ദൈവം പറയുന്നത് ഇപ്പോഴുള്ള ക്രൈസിസിനെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ, സൊല്യൂഷൻ ഉണ്ടാക്കാൻ, അതിനെ ഫിഗർ ഔട്ട് ചെയ്യാനല്ല ദൈവം പറയുന്നത്. And God is not telling them as a solution for this crisis എത്ര പേര് ഇത് today. മനസ്സിലാക്കുന്നുണ്ട്? How many of us can understand this? അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു തിരിച്ചടിക്ക് തയ്യാറാകാനല്ല ദൈവം അവരോട് പറയുന്നത്. God is not telling them to be prepared for a great revenge. അല്ലെങ്കിൽ നീ നിന്റെ സർവ്വശക്തിയും എടുത്ത് നിന്റെ ലെവൽ ബെസ്റ്റ് ഒരു ഫൈറ്റിന് തയ്യാറാകുക എന്നല്ല ദൈവം പറയുന്നത്. God is not telling them to prepare yourself with your best efforts. ഈ ഇങ്ങനെയുള്ള റെമഡീസ് എല്ലാം പറയുന്നത് ഈ ലോകമാണ്. എത്ര പേര് ഗ്രഹിക്കുന്നു? Only the world can give you such ഈ remedies. ലോകം പറയുന്ന തിയറിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. The world gives us such theories. എന്നാൽ ലോകത്തിന് പറയാൻ കഴിയാത്തതും ദൈവത്തിനു മാത്രം പറയാൻ കഴിയുന്നതുമായ ഫോർമുലയാണ് ദൈവം ഇവിടെ ആദ്യമായി പറയുന്നത്. നീ ഭയപ്പെടണ്ട. But something which the world can never say, that is what God says, do not be afraid. കാരണം ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. Because I have called you by name. അതെ, എന്റെ പേര്, നിന്റെ പേര് എന്റെ കൈവെള്ളക്കകത്തുണ്ട്. And I have inscribed your name on my palm. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുകയാണ്. Like Isaiah says, I have inscribed you on my palm. അതുകൊണ്ട് എനിക്ക് നിന്നെ വ്യക്തമായി കാണാം. That is why I can see you clearly. നിന്റെ യുദ്ധത്തിനൊക്കെ നീ നേരിടുന്ന യുദ്ധത്തിന്റെ തീവ്രത എനിക്കറിയാം. I can see the battle you are facing every day. നിന്റെ എനിമിയുടെ ശക്തി എനിക്കറിയാം. And I can see the power of your enemy. അതേ, കാരണം എനിമിയെ ഉണ്ടാക്കിയതും ഞാനാണ്. Because I have created that enemy. അതുകൊണ്ട് രമ്യാവ് പറഞ്ഞതുപോലെ ദൈവാത്മാവ് പറയുന്നു, നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിപ്പിക്കാതിരിക്കാൻ, അതിനെ തക്ക സമയത്ത് ക്യാൻസൽ ചെയ്യുവാൻ, അവന്റെ പദ്ധതികളെ നള്ളിഫൈ ചെയ്യുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ദൈവം. Amen. That is why Jeremiah says, no weapon can form against you can prosper. God can destroy all your weapons against you. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ഭയപ്പെടേണ്ട എന്നാണ്. Holy Spirit is saying, do not be afraid. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഫൈറ്റിങ്ങിന് ഒരുങ്ങണ്ട. Do not be afraid of the battle before you. ഇതേ തിയറിയാണ് പൗലോസ് വെളിപ്പാടിൽ പറഞ്ഞത്. This is the same theory Paul നമ്മുടെ has. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നുള്ളത്. Our battle is not against the flesh and blood. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു നീ ഭയപ്പെടണ്ട. That is why Holy Spirit is saying, do ഇന്ന് not be afraid. പകൽക്കാലം ഭയപ്പെടാതെ വീണ്ടും ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തൻ എൻ്റെ മധ്യത്തിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ സ്തോത്രം ചെയ്ത് ജാഗരിച്ച ദൈവസന്നിധിയിലായിരിക്കാം. Therefore, let us be here with the thought that the God who can work for me is in our midst and take away all my fears. എന്താണ് ഇങ്ങനെ നമ്മൾ വചനം ധ്യാനിക്കുന്ന ഈ വചനം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് നാം ഒരുങ്ങുകയാണ് ഇപ്പോൾ. Why are we meditating the word? We should accept this word and be ready to pray on it. ഈ വചനത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഹല്ലേലൂയ ഓർത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പോകുന്ന സന്ദർഭമാണ് മുൻപിലുള്ളത്. And we are going to pray remembering how God worked through this word. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. That is why this meditation is very important for പഴയ us. നിയമത്തിൽ യോശുവ യെരിഹോ വാളിനെ പിടിക്കുന്ന സംഭവം നമുക്ക് കാണാതെ അറിയാം. We know about Joshua capturing the wall of Jericho. അവിടെയും യോശുവയോട് ദൈവം പറയുന്നത് ഭയപ്പെടരുതെന്നാണ്. Even there God is telling Joshua, do not be afraid. ഭയപ്പെടുമ്പോൾ മാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ എടുക്കും.
And when we are afraid, we do many things out of our own wisdom. നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുക്കും. We try to take steps to fight against it. നമുക്ക് എടുക്കാവുന്ന എല്ലാ എഫോർട്ടും നമ്മൾ എടുക്കും. And we do our best to do against what we can do against. പക്ഷേ നമ്മുടെ മുൻപിലുള്ള ഈ പർട്ടിക്കുലറായ യുദ്ധത്തെ ജയിക്കുവാൻ നമ്മുടെ കഴിവുകൊണ്ട് നടക്കത്തില്ല. But this war or battle in front of us, we cannot do with our own efforts. ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. And it can happen only with the intervention of God. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആലോചന വളരെ പ്രധാനപ്പെട്ടവയാണ്. That is why the counsel of God is very important. ഹല്ലേലൂയ. ദൈവം അവനോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട, നീ കാണുന്ന ശത്രുവിനെ യെരിഹോവിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്നാണ് പറയുന്നത്. That is why God is telling him, do not be afraid, and the enemy Jericho I will give him into എന്നാൽ your hands. ദൈവം പറയുമ്പോൾ അതേ ബാറ്റിൽ നടക്കുന്നതിന് മുമ്പേ വിജയ പ്രഖ്യാപനം ദൈവം നടത്തിയിരിക്കുകയാണ്. When God is saying, he is declaring that deliverance over it. ദൈവത്തെ ആഴത്തിൽ ധ്യാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിന് യുദ്ധം വരുമ്പോഴേ മനസ്സിലാവും, ഈ യുദ്ധം എന്നെ തകർക്കാനല്ല, മറിച്ച് എന്നെ വളർത്താൻ വേണ്ടിയാണ്. A person dwelling and surrender to God can see that this battle is not to destroy us. നമുക്കറിയാം, ശിഷ്യന്മാരുമായി കർത്താവ് ഒരുമിച്ച് അക്കരെ കടക്കുന്ന ഒരു അനുഭവം നമുക്കറിയാം. We know that situation when Jesus swam with the disciples on the boat over to the other എന്താണ് അവിടെ shore. സംഭവിക്കുന്നത്? What happened there? തിരമാലകൾ ഉയർന്നു, Waves came. വലിയ പാനിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? It was a great situation of panic. ആ വെല്ലുവിളി അവരെ സംബന്ധിച്ച് അവരെ അക്കരെ എത്തിക്കത്തില്ല. ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ശുശ്രൂഷയില്ല, ഭാവിയെ പൂർണ്ണമായി അടച്ചു കളയുന്ന വെല്ലുവിളിയായിരുന്നു. That challenge was shutting them to going the ashore, and there is no ministry ahead for them. കർത്താവിനെ അവർ വിളിച്ചപ്പോൾ കർത്താവ് എന്താ അവരോട് ആദ്യം പറഞ്ഞത്? When they started calling on the Lord, what did he tell them? Why are you so afraid? He told them, why are you so afraid? നിങ്ങൾ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത്? Why are you so afraid? ഹല്ലേലൂയ. ദൈവ പൈതലേ, ജീവിതത്തിന്റെ മുൻപിൽ വഴിമുട്ടി നിൽക്കുന്ന നിന്റെ അവസ്ഥ, ഇതേ ശിഷ്യന്മാരുടെ അവസ്ഥകൾ, യെരിഹോവ് മുൻപോട്ടിനി പോകാൻ കഴിയാത്ത അവസ്ഥ, ഇത്രയും അധ്വാനിച്ചു താണ്ടി പ്രതീക്ഷകളോടെ മുൻപോട്ട് വന്നിട്ട് വഴിയില്ലാതെ പോകുന്ന അവസ്ഥ, ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥ, യോർദാന്റെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരച്ചു കാട്ടി തരികയാണ് നിന്റെ യുദ്ധത്തെ ജയിക്കുവാൻ. The Holy Spirit is showing that situation like Jordan, Red Sea and Jericho, where you are stopped in the way, not seeing any way. God is showing you that. നോക്കണം, ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. And we can see God is working for his people. യോശുവയോട് ഈ ജനത്തോട് ദൈവം പറയുന്നത്, നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. And here the Lord is telling the people to stand still. ഈ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെന്റ് ആസ്പെക്റ്റിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. The stand still by God has to be thought in a very different aspect. ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കണം. Stand still means to believe in the word of God, ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കണം, to believe in the voice of God, ദൈവത്തിന്റെ വചനങ്ങളെ ജീവിതത്തിൽ പാലിക്കണം, and obey the words of God in the life. അവൻ എനിക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. And we should have that sure conscience that he will do great restoration. ഇന്ന് പകൽക്കാലം ആ ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് കരങ്ങളടിച്ച്, All who have that belief can praise God clapping their hands. ഹല്ലേലൂയ. ഭയപ്പെടരുതെന്ന് പറയുമ്പോൾ, ഉറച്ചു നിൽക്കാൻ പറയുമ്പോൾ, വചനത്തിൽ നമ്മോട് അരുളി ചെയ്തവന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ആ നിൽപ്പാൻ. When he said stand still, we need to stand believing in the word of God. നമ്മൾ ദൈവത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന അനുഭവം അതിനുള്ളിലുണ്ട്. It is also an experience when we wait patiently for God. സമ്പൂർണ്ണമായ ആശ്രയബോധത്തോടെ നിൽക്കുന്ന അനുഭവം അതിലുണ്ട്. It is an experience of fully trusting in the Lord. വളരെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം അതിലുണ്ട്. It is an experience of waiting with a blessed hope in the Lord. 46 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്ന് അതേ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. And in 46 Psalm he says, be still and know God. ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചുറച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ. There are some situations where we pray and be firm and be still and wait for ഇവിടെ God. ദൈവം അവരോട് പറയുകയാണ്, യുദ്ധം ദൈവത്തിൻ്റെതാണ്. And here the Lord is telling the battle belongs to me. നോക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. There is that situation where Jesus was standing before Pilate. എന്തെല്ലാം അവന് മറുപടി പറയാനുണ്ട്. He could have answered him so much. പക്ഷേ പീലാത്തോസിന്റെ മുൻപിൽ യേശു വായെ തുറന്നില്ല. But before Pilate, he did not open his mouth. അതെ, എന്തും ചെയ്യാൻ അവൻ അധികാരമുണ്ട്. He had authority to do everything. പക്ഷേ അവൻ വായെ തുറന്നില്ല എന്ന് പറയുന്നു. But he kept quiet, we read. പക്ഷേ നോക്കണം,
യേശുവിന് കൃത്യമായിട്ട് അറിയാം, പീലാത്തോസ് പറയുന്നത് പോലോ ഈ ജനം പറയുന്നത് പോലോ അല്ല കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് നടക്കാൻ പോകുന്നത്. Jesus knew clearly that Pilate or the people, they won't do anything. It is the work of God. അതുകൊണ്ട് which is going to ദൈവപൈതലേ, happen. അതൊരു ദൂതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ വിഷയം. Amen. It is a message that what others say is not a concern for you. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദൈവം എന്തു പറയുന്നു, നിങ്ങളോട് ദൈവം എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. The matter is what God tells you and speaks to you. നിങ്ങളെക്കുറിച്ച് മനുഷ്യർ പറയുന്നത് വെച്ച് നിങ്ങളുടെ ഭാവിയെ തൊടാൻ ആർക്കും കഴിയില്ല. What people say, they cannot touch your future. പക്ഷെങ്കില് ദൈവം പറയുന്നത് ഗൗരവമായി നിങ്ങൾ എടുക്കണം. But if you take what God tells seriously, യേശു കർത്താവ് ആ വലിയ പ്രവൃത്തി വിജയകരമായി തീർത്തത് ഉറച്ച ധൈര്യത്തോടെ ദൈവത്തിന്റെ താല്പര്യത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്നതുകൊണ്ടാണ്. and we can see Jesus surrendered for the will and victoriously finished that ചില mission. കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചില വിഷയങ്ങൾക്ക്, ചില ജീവിതങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി സന്തോഷിപ്പിക്കുന്ന ദിനമായി ശുശ്രൂഷ മാറും. We'll meditate some things in the light of the word and pray, and God will send his deliverances these days. നമുക്കറിയാം ഗോലിയാത്തും ദാവീദുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ നമുക്കറിയാം. We know the confrontation between David and Goliath. ആ കൺഫ്രണ്ടേഷന് മുൻപിൽ ദാവീദ് ചെല്ലുന്നത് എങ്ങനെയാണ്? We can see how David went for that confrontation to ആ Goliath. യുദ്ധം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ, We need ഇത് to see. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We need ആ യുദ്ധം എങ്ങനെയാണ് കൺക്ലൂഡ് ആവുന്നതെന്ന് നോക്കണം. We need to see how that war concluded, അല്ലെങ്കിൽ ആ ബാറ്റിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. how that battle went through. നോക്കണം, ദാവീദ് പറയുന്നില്ല ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഞാനാണ് വരാൻ പോകുന്ന ഫോർത്ത് കമ്മിങ് കിങ്, അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ വരികയാണെന്നല്ല അവൻ പറഞ്ഞത്. David did not say, I am coming with my strength, or I am the forthcoming king. അവൻ പറഞ്ഞത്, ദാവീദ് പറയുന്നത് യുദ്ധം ദൈവത്തിൻ്റെതാണ്. David says the battle belongs to the Lord. ഇന്ന് പകൽക്കാലം നിങ്ങൾ സിൻസിയർ ആയിട്ട് അത് പറ. എൻ്റെ മുൻപിലുള്ള ഇന്നത്തെ യുദ്ധം അല്ലെങ്കിൽ ക്രൈസിസ്, വഴിമുട്ടി നിൽക്കുന്ന അനുഭവം, കുടുംബജീവിതത്തിന്റെ വിശാലതകൾക്ക് അതിരിട്ട് നിൽക്കുന്ന വെല്ലുവിളി, റബൽ ഷഗാമനഹത്തുനാദിയ, അതൊരു യുദ്ധമാണ്. തലമുറകളുടെ ഭാവിയുടെ വാതിലുകളെ അടയ്ക്കുന്നത് ഒരു യുദ്ധമാണ്. അതേ, നാം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രോഗ്രഷൻ ഇല്ലാതെ വരുന്നതൊരു യുദ്ധമാണ്. നാം ദൈവികമായി പ്രയോജനപ്പെടാതെ പോകുന്നതൊരു യുദ്ധമാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന യുദ്ധത്തെ നിങ്ങൾ കാണണം. സെൻസിറ്റിവിറ്റി ഇല്ലാതെ നാം പോകരുത്. യുദ്ധത്തെ ഇഗ്നോർ ചെയ്യരുത്. വെല്ലുവിളികളെ തള്ളിക്കളയരുത്. ഇത് പകൽക്കാലം ദൈവികമായി അതിനെ കാണുവാൻ കഴിയണം. You yourselves should sense the battles you are facing and take it with very much importance and trust in the Lord for deliverance. എന്താ ആഫ്റ്റർ എഫക്റ്റ്? ദാവീദ് പറഞ്ഞു യുദ്ധം ദൈവത്തിൻ്റെതാണ്. What was the after effect? David said the battle belongs to the Lord. നോക്കണം, ദാവീദിന്റെ കയ്യിലുള്ളത് ശൗലിന്റെ പടച്ചട്ട എല്ലാം അണിഞ്ഞാണ് അവനെ വിടാൻ അവർ തയ്യാറായത്. പക്ഷെങ്കിൽ അതൊന്നും അവന് വേണ്ടായിരുന്നു. They were ready to send David with all the armor and weapons of Saul, but he was not ready for that. അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരേ ഒരു കവണി. He just had that sling in his hand. അവൻ കല്ല് 5 എടുത്തെങ്കിലും ഒറ്റ കല്ല് മതിയായിരുന്നു. He took 5 stones, but only one was needed. അതുകൊണ്ടൊരു മല്ലനായ 40 ദിവസം വെല്ലുവിളി ഉയർത്തുന്ന ഗോലിയാത്ത് വീഴുക, ഇറ്റ് ഈസ് ഇംപോസിബിൾ. And through that, a giant who was challenging them 40 days fell is impossible. ദൈവത്തിന്റെ പൈതലെ, യുദ്ധം നിന്റെ മുൻപിലുള്ള യുദ്ധത്തെ ഏറ്റെടുത്ത് ചെയ്യുവാൻ ദൈവത്തിന് നീ അവസരം കൊടുത്താൽ, If we allow God to take the battles in front of us, അവൻ അസാധാരണമായ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. He will be doing extraordinary things for us. ജയത്തിന് കുതിര വ്യർത്ഥമാണെന്ന് പറഞ്ഞ ദാവീദിന്റെ ജീവിതത്തിൽ ഒറ്റ കവണിയേ ഉള്ളൂ, ഒറ്റ കല്ലേ വേണ്ടി വന്നുള്ളൂ. ഇതാണ് നമ്മുടെ ദൈവം ഏറ്റെടുക്കുന്ന യുദ്ധത്തിന്റെ മാജിക്ക്. ഇന്ന് പകൽക്കാലം ദൈവപൈതലിന് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്, എന്റെ മുൻപിലുള്ള യുദ്ധത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കും. 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ അവസ്ഥ നമുക്കറിയാം. We know about that lady who had the problem of bleeding for 12 years. എല്ലാ അവസരവും എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടവളായിരുന്നു. She was someone who had lost all hope. പ്രതീക്ഷയെ അറ്റുപോയി.
There was no hope left for her. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഡോക്ടർമാർക്ക് വൈദ്യന്മാർക്ക് കൊടുത്തെന്ന് ബൈബിളിലുണ്ട്. She sold everything and paid to the doctors. മരണം മാത്രം മുന്നിൽ കണ്ടു നിന്നവളാണ്. She is someone who is waiting and seeing death before her. പക്ഷേ യേശു അതിലെ വന്നപ്പോൾ, But when Jesus came through that place, ആ ക്രൗഡിൽ അവൾക്ക് പോയി യേശുവിനെ തൊടാനോ യേശുവിനോട് തന്റെ ഗ്രീവൻസസ് അറിയിക്കാനോ ഒന്നും സമയമില്ല. she doesn't have the time to go to Jesus and tell her grievances in the crowd. ഒരു സ്പർശനം, But one touch, ഒരു സ്പർശനം. one touch. നാം ധ്യാനിക്കുന്ന ദൈവവചനം അതിന്റെ ശക്തിയോടെ ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. I can feel the word is abounding in the presence in this place. നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിവില്ല, ഒന്നുമില്ല. നിന്റെ മുൻപിലുള്ള എനിമി ശക്തിയുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് അല്പം കൊണ്ടും അധികം കൊണ്ടും വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ളവൻ ഇന്ന് ഈ ആലയത്തിൽ നിന്നെ തേടി വന്നിരിക്കുകയാണ്. You cannot fight against the enemy because he is strong, but God can deliver you with the less he has. ഓ റബലേ ഖൈൽബേ റബനേ ശംബലേ, അവൻ നിന്നെ തേടി തേടി ഇവിടെ ഉണ്ട്. Jesus is here searching for you. ഹല്ലേലൂയ. പുറപ്പാട് 15:3 എന്താ പറഞ്ഞത്? അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. What does it say in Exodus 15 verse 3? യഹോവ യുദ്ധവീരൻ, യഹോവ യുദ്ധവീരൻ എന്നാണ് അവന്റെ പേര്. Here it says the Lord is a man of war, the Lord is his name. നമ്മളെ ശിയാപ്രവചനത്തിൽ കണ്ടവൻ അത്ഭുത മന്ത്രിയാണ്. We read in Isaiah, he's a wonderful counselor. അവൻ വീരനാം ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. He's a mighty God also is mentioned. നിത്യപിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. He's everlasting Father. അങ്ങനെ ധാരാളം ആർട്ടിക്കുലേഷൻ കർത്താവ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And there are many attributes mentioned about God. എന്നാൽ ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ മോശ കണ്ട ദൈവമായ യഹോവ യാഹ്വേ, he is a warrior of war. അവൻ യുദ്ധവീരനാണ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽ ദൈവ പൈതൽ പറയട്ടെ, അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി ഉദ്ധാരണങ്ങളെ പ്രവർത്തിക്കുവാൻ, വൻ കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനായി എൻ്റെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ നിങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നതായ ചില രോഗബീജ ശക്തികളെ അഴിക്കുവാൻ നിങ്ങളിൽ പോരാടി മുന്നേറ്റത്തെ തടഞ്ഞ് നിങ്ങളുടെ ഭാവിയുടെ വാതിലുകളെ അടച്ചു കളയുന്ന, നിങ്ങളുടെ പ്രോഗ്രഷന്റെ വാതിലുകളെ അടച്ചു കളയുന്ന, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിശാലതകളുടെ മണ്ഡലങ്ങളെ അടച്ചു കളയുന്ന പോരുകളെ, ആ ചങ്ങലകളെ ബ്രേക്ക് ചെയ്യുന്ന ദൈവശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു. ഖരാബല ശദാലകാല അർത്ഥംബരേദിയ റൈഡവൽ ഖമനാദിയ യേശുവിന്റെ നാമത്തിൽ ശക്കർ വൈഡാരഗസ്യ അസ്തമന ഘടകസ്യ വൈഡ ഖലാരവക്ഷസ്യ യേശുവിന്റെ നാമത്തിൽ ആ വിടുതല് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും അനുഭവിക്കട്ടെ. യുദ്ധവീരനായ യഹോവ, യുദ്ധവീരനായ യഹോവ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്റെ പ്രതിസന്ധികളെ നീക്കം ചെയ്യുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ഓ യേശുവിൻ നാമത്തിലെ വിടുതലുകള് സമ്പൂർണതയോടെ സംഭവിക്കട്ടെ, സമ്പൂർണതയോടെ ജനമത് അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കുള്ളില് പോരാടിക്കൊണ്ട് നിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം ഓ യേശുവിന്റെ നാമത്തില് ആ പൈശാചിക പോരുകൾ ഭവനാന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന അവസ്ഥകള് ഇന്ന് പകൽ ആത്മാവ് ദർശിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഓ ശഖേൽ വാരേ തേരേ രേദേ അറാൽ ബറോ ഖൽമറോ ശംദലേ എസ്ബറോ ഷാദാൽ എവഛ. ദൈവജനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ വിടുതൽ പ്രാപിക്കട്ടെ. Roma reba khavala shadala rabanha arthala jegal khara dera almara thala gala khara dera diha
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നുവരെയും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വിട്ടുമാറാതെ പൊട്ടിമാറാതെ നിൽക്കുന്ന ചങ്ങലകള്, പൈശാചിക ബന്ധനങ്ങള്, ചില പൗരോഹിത്യ പോരുകള്, ചില പൗരോഹിത്യത്തിന്റെ പോരുകള്, ചില ജഡത്തിന്റെ പോരുകള്, യേശുവിൻ നാമത്തില് ആ ചങ്ങലകള് അഴിയട്ടെ. ജഡത്തിന്റെ പോരുകള്, ജഡീകമായ അനുഭവങ്ങള്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ പകൽ ജയമെടുക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ശഖുർബാൽ ബരാബൽ ഖരാദിയ, വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന, അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്ന, രാഷ്ട്രീയഭാവത്തോടെ യുദ്ധവിളി നടത്തി, കൊലവിളി നടത്തി നിൽക്കുന്ന പൈശാചിക കോട്ടകള് ഈ പകല് യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. അവകാശമാക്കാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന വെല്ലുവിളികളുടെ മേല് ഈ പകൽ ജയമെടുക്കുന്നു. യുദ്ധവീരനായ ദൈവം ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. പ്രൗഢ രഹസ്യ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. ദൈവവേദന നീ ദൈവത്തിന്റെ ആ പ്ലാനിൽ വിട്ടുകൊടുക്കുക കേട്ടോ. Child of God, let us surrender to the plan of God. ആ വലിയ പ്രസൻസിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We are in the midst of that big presence. ലൈറ്റായി നീ ജീവിതത്തെ കാണരുത്. Let us not see our lives in a light manner. ഈ യുദ്ധം ദൈവത്തിന്റെ സഹായത്തോടെ മാത്രമേ നിനക്ക് ജയിക്കാൻ കഴിയൂ. We can only be victorious through the help of God in our battles. ഖുദാബൽ പ്രവാൽ ഖനാസിയ തേരിയ അർശബര ഖലാരബ ഖംബര ജനാദിയ ഓ റീബൽ പ്രവൽ ഖമന ഘടകസ്യാന അർത്ഥല ഘടകസ്യാന. കർത്താവേ, ഈ പകൽ പ്രാർത്ഥിക്കുന്നു. Oh Lord, we come before you with prayer. കുടുംബജീവിതത്തിന്റെ വിശാലതകൾക്ക് തടസ്സമായി നിൽക്കുന്ന യുദ്ധങ്ങൾ, The battles against the enlargements of the families. ഈ പകൽ അതിന്റെ മേൽ ജയം. Today we proclaim victory. ഈ പകൽ അതിന്റെ മേൽ പൂർണ്ണ വിടുതൽ. We proclaim complete deliverance. ചില അടഞ്ഞ വാതിലുകൾ, Some closed doors. സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. Heaven is opening, therefore we thank you. ഓ സ്തോത്രം. നദിയുടെ ദിശയെ ഓപ്പോസിറ്റ് ഡയമെൻഷനിലേക്ക് തിരിക്കാൻ കഴിയുന്ന ദൈവം. God who can change the direction of the river flowing. നാച്ചുറൽ ഫിനോമിനയെ മാറ്റാൻ കഴിവുള്ള ദൈവം. God who can change the natural phenomena. തീയുടെ ബലത്തെ അതിന്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ദൈവം. God who can change the fire. ഓ സ്തോത്രം. ഈ പകല് ദൈവത്തിന്റെ പ്രവൃത്തിയായി തന്റെ ജനം അനുഭവിക്കട്ടെ. Today help us to experience your powerful ഓ works. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In the name of Jesus, let it happen. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. തലമുറകളുടെ പൊട്ടൻഷ്യലിനെ നശിപ്പിക്കുന്ന വെല്ലുവിളികള് കർത്താവേ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ പൊട്ടൻഷ്യൽ ഹല്ലേലൂയ ദൈവത്താൽ വർദ്ധിച്ചു വരട്ടെ.
ഓ റവലാശന റവല ഘടകസ്യാൽ വറാല വഷാദര അർത്ഥകര ഗടഗരഗനഗരഗന ഖടർഖലാദിരാലവ ചൂടധാരക രേഖധാരക രമന കമ്പന അർത്ഥാംബര ധീവര ശൽഖേരിയ. കർത്താവേ, നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. Oh Lord, we bless these people in your. ചില വീര്യ പ്രവൃത്തികൾ നീ അയച്ചിരിക്കുന്നതിനായി നന്ദി. You have done some great works, therefore we thank you. യുദ്ധം ഏറ്റെടുത്തിരിക്കുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദി. You have taken over the battles, therefore we thank you, Lord. Our most loving Father, we thank you for this blessed time you have given us, Lord Jesus. For your blessed and powerful words, we thank you, Lord Father. Thank you, Lord, for taking away all our fears, Lord Jesus. Today we surrender to your counsel, Master. And all our battles which are in front of us, Lord, we lay it before you, Lord Father. We want to go against it through your help, through your strength, Master. Thank you, Lord, for moving away all the roadblocks, for taking away all the natural phenomena and doing unnatural things for us, Master. We surrender your word and we humble ourselves once again, Lord. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇച്ചിരൂടെ ഉറക്കെ.